കൂട്ടായ്മയിൽ ഊന്നിയ സാമുദായിക പ്രവർത്തനം സമൂഹ നന്മയ്ക്ക് ഉപയുക്തമാകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായ മെത്രാൻ മാർ തോമസ് തറയിൽ. ഒറ്റയ്ക്ക് വളരാമെന്ന ചിന്ത ഒരുമിച്ചുള്ള തകർച്ചയിൽ അവസാനിക്കുമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ 2024-27 പ്രവർത്തന വർഷങ്ങളിലെ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും പ്രഥമ നിർവാഹക സമിതി യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മാർ തോമസ് തറയിൽ. നമ്മൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കേരളം ഇന്ന് സാമൂഹിക വികസനത്തിന്റെ സൂചികകളിൽ ഒന്നാമതായിട്ട് പലയിടത്ത് നിൽക്കുന്നത്. നമ്മളുള്ളതുകൊണ്ട് മാത്രമാണെന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാം. പക്ഷേ ഇടക്കാലത്ത് നമ്മൾ ഈ ഒറ്റയ്ക്ക് വളരുകയും ഒരുമിച്ച് തളരുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത പ്രത്യയ ശാസ്ത്രത്തിന് അടിപ്പെട്ടു പോയി. നമുക്ക് ഓരോരുത്തർക്കും വളരണം, ഒരുമിച്ച് നമ്മൾ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ളൊരു ചിന്തയായതോടുകൂടിയാണ് നമുക്ക് ഈ പല രംഗങ്ങളിലും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത്. നിങ്ങൾക്കറിയാം, ഈ രാഷ്ട്രീയക്കാരൊക്കെയും നമ്മുടെ ഇലക്ഷൻ കാലത്ത് ഞങ്ങളെയൊക്കെ കാണാൻ വരും, സ്വസ്തിയൊക്കെ ചൊല്ലിയൊക്കെ പോകും. പക്ഷെ അവർക്കറിയാം ഈ മെത്രാന്മാർ പറഞ്ഞാലൊന്നും കത്തോലിക്കൻ വോട്ട് ചെയ്യത്തില്ല, ഇനിയും കത്തോലിക്കർ ഒരുമിച്ച് നിൽക്കത്തില്ല. അത് ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതലകളും ഉത്തരവാദിത്വങ്ങളും എൻ്റെ കഴിവിൻ്റെ പരമാവധി വിനിയോഗിച്ച് സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിച്ചു കൊള്ളാമെന്നും സഭയുടെയും സമുദായത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുമെന്നും ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. സാമൂഹിക വികസനത്തിന്റെ സൂചികയിൽ ക്രൈസ്തവ സമുദായം നൽകിയ സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും അത് വിസ്മരിക്കുന്ന സമൂഹത്തിലാണ് നാം നിലനിൽക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമ്മേളനത്തിൽ കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യ സന്ദേശം നൽകി. അരുവിത്തുറയിൽ മെയ് 11-12 തീയതികളിൽ നടക്കുന്ന സമുദായ സംഗമത്തിൽ 25,000-ഓളം അംഗങ്ങൾ പങ്കെടുക്കുമെന്നും ഇത് സമുദായ മുന്നേറ്റത്തിന്റെ വലിയ പ്രതിഫലനമാകുമെന്നും രാജീവ് കൊച്ചുപറമ്പിൽ പറഞ്ഞു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല, ജാഗ്രതാ സമിതി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ, ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലേഴം, ട്രഷറർ ജോസ് ജോൺ വെങ്ങാന്തറ തുടങ്ങിയവർ സംസാരിച്ചു. കേസുമായി ബന്ധപ്പെട്ട ചില കാരണങ്ങളാലാണ് പുളിങ്കുന്ന് പുത്തൻതോട് പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച മുട്ടുപൊളിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ. മുട്ടുപൊളിക്കുന്നതിനായി ഏതാനും ചിലർ നടത്തിയ സമരം അസംബന്ധമായിരുന്നെന്ന് പഞ്ചായത്ത് അംഗം തങ്കച്ചൻ വാഴേച്ചിറ. പുളിങ്കുന്ന് പുത്തൻതോട് പാലം നിർമ്മാണം ആരംഭിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളമായി. അന്ന് സ്ഥാപിച്ച മുട്ടുമൂലം പ്രദേശവാസികൾ ദുരിതം നേരിടുകയായിരുന്നു. നീരൊഴുക്കില്ലാതെയായി, വള്ളങ്ങൾ പോകാതെയായി, പോള തിങ്ങി, ജലം മലിനമായി. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി പഞ്ചായത്ത് സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഇപ്പോൾ മെമ്പറുമായ തങ്കച്ചൻ വാഴേച്ചിറയും ചേർന്ന് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ തീരുമാനമെടുത്തത്. ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു കേസെന്ന് പ്രസിഡന്റ് നീനു ജോസഫ് KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. മുട്ടയിട്ടിട്ട് 2 വർഷത്തോളമായി. അവിടുത്തെ ജനങ്ങളുടെ ഒരു ദുരിതം, ആ വെള്ളത്തിൻ്റെ ഉപയോഗിക്കുന്നതിൻ്റെ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ഒരുപാട് തവണ അവരെ മീറ്റിങ്ങിലൊക്കെ വിളിച്ചു കൂട്ടുകയും അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തതാണ്. ഒരു തീരുമാനങ്ങളും പാലം പണി പൂർത്തിയായിരിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും കമ്മിറ്റിയിൽ നമ്മൾ കോടതിയിൽ കേസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ 2 പേരെ ചാർജ് ഏൽപ്പിച്ചു. അത് നമ്മുടെ സെക്രട്ടറിയും മുൻ വൈസ് പ്രസിഡന്റുമായ തങ്കച്ചൻ വാഴേച്ചിറയെ ഏൽപ്പിച്ചു. കേസിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് മുട്ടുപൊളിക്കേണ്ടി വന്നതെന്നും അല്ലാതെ 2-3 പേർ സമരം നടത്തിയതുകൊണ്ടല്ലെന്നും തങ്കച്ചൻ വാഴേച്ചിറ പറഞ്ഞു. മുട്ടുപൊളിക്കാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടാണ് സമരം നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇതിൻ്റെ എതിർകക്ഷികളായ ജലവിഭവ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയക്കുകയുണ്ടായി. നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥർ പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചു. ഈ മുട്ട പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്കായി ബഹുമാനപ്പെട്ട സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഫോണിൽ കൂടെയും നേരിട്ടും ഉദ്യോഗസ്ഥന്മാർ വന്ന് കാണുകയും ഫോണിൽ വിളിക്കുകയും ഉണ്ടായി. അപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞത്, ഈ മുട്ടയുമായി പുളിങ്കുന്ന് പഞ്ചായത്തിന് യാതൊരു ബന്ധവുമില്ല, ഇനി ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടക്കുന്ന കാരണം ഇനിയും കോടതി തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഹൈക്കോടതി ഇപ്പോൾ അവധിയായിരുന്നാൽ കൗണ്ടർ അഫിഡവിറ്റ് എതിർകക്ഷികൾ ഫയൽ ചെയ്തുകൊണ്ട് അവർ ഉടനടി ഈ മുട്ട് പൊളിച്ചു മാറ്റാനുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലം പണിയുടെ കരാറുകാരൻ്റെ ചെലവിൽ ഭാഗികമായി മുട്ട് പൊളിച്ചത്. എന്നാൽ ചില 3-4 പേർ ചേർന്ന് ഒരു തട്ടിപ്പ് സമരം, അതായത് മുട്ട് പൊളിക്കും എന്നറിഞ്ഞ് ഒരു തട്ടിപ്പ് സമരം നടത്തുകയും ആ തട്ടിപ്പ് സമരത്തിൻ്റെ പേരിലാണ്
മുട്ട് പൊളിച്ചത് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഏതായാലും പാലം നിർമ്മാണം എത്രയും വേഗം തീരട്ടെ, മുട്ടുകൾ പൊളിക്കട്ടെ, ജലം ഒഴുകട്ടെ, ജലം ശുദ്ധമാകട്ടെ. ഇതിനൊന്നും പ്രദേശവാസികളെ അധികം നാൾ കാത്തിരുത്തിക്കൂടാ എന്ന് മാത്രം പറയാം. മുന്നറിയിപ്പ് സംവിധാനവും ബാരിക്കേഡുമില്ലാതെ ചങ്ങനാശ്ശേരി പായിപ്പാട് 4 കോടി ജംഗ്ഷൻ. പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ കവിയൂർ റോഡിലൂടെ പോകുന്നവർ സൂക്ഷിക്കുക. കവിയൂർ റോഡിനോട് ചേർന്ന് ഏതാണ്ട് സമാന്തരമായി താഴ്ചയിൽ വേഷനാൽ ഭാഗത്തേക്ക് ഒരു റോഡുണ്ട്. ബാരിക്കേഡോ മറ്റു മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇല്ലാത്തതിനാൽ കവിയൂർ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ താഴെ വേഷനാൽ റോഡിലേക്ക് മറിഞ്ഞ് അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിട്ടുണ്ട്. സൂക്ഷിക്കുക. ശ്രദ്ധ മാറിയാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെടാം എന്നതാണ് ഈ അവസ്ഥ കാണുമ്പോൾ പറയാൻ കഴിയുന്ന മുന്നറിയിപ്പ്. ഇവിടെ താഴ്ചയിൽ മറ്റൊരു റോഡുണ്ടെന്ന കാര്യം സ്ഥിരം യാത്രക്കാർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിനാൽ തന്നെ ഏതെങ്കിലും ആവശ്യത്തിനായി പുതുതായി ഈ ഭാഗത്തുകൂടി കടന്നു പോകുന്ന വാഹനങ്ങളാണ് കൂടുതലായി അപകടത്തിൽപ്പെടുന്നത്. രാത്രി കാലങ്ങളിലാണ് വാഹനങ്ങൾ താഴ്ചയിലുള്ള വേഷനാൽ റോഡിലേക്ക് പതിച്ച് അപകടങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. കവിയൂർ റോഡിന് വീതി കുറവായതിനാൽ മറ്റു വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുമ്പോഴും ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നതിനാൽ പ്രദേശത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജുവിന് തലവടി ഗണപതിപുരം ഗണപതി ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ചായിരുന്നു ബൈജു ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയത്. ഞായറാഴ്ച ഉച്ചയോടെയാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി ജി ബൈജു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ശരത് രാമശ്ശേരി, അനന്തകൃഷ്ണൻ, പ്രസീത, എ ഡി മോഹനൻ, നാരായണൻ നായർ തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ക്ഷേത്ര നവീകരണത്തിനാവശ്യമായ സഹായങ്ങൾ ദേവസ്വം ബോർഡ് അനുവദിക്കുമെന്ന് മറുപടി പ്രസംഗത്തിൽ ജി ബൈജു പറഞ്ഞു. ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് തീർത്ഥാടനത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന രാജവും രാജവംശവും രാജാധികാരവും സിംഹാസനവും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന പാണ്ഡവരുടെ കഥയും നമുക്ക് ഇതിനകത്ത് കാണാം. അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് ഇത്തരം കഥകളിലൊക്കെ ഓരോ സന്ദേശമുണ്ട്. ഇതൊക്കെ വാൽമീകിയുടേതായാലും തുഞ്ചത്തെഴുത്തച്ഛന്റേതായാലും അവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഈ വരികൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുവാൻ പാടാണ്. ആ കാര്യങ്ങൾ സാധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് ലളിതമായ രീതിയിൽ ഈ തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാനും ഉള്ള ഒരു വേദിയാണ് ഈ പറയപ്പെടുന്ന സപ്താഹം. ഈ ക്ഷേത്രത്തിന്റെ വികസനപരമായ കാര്യങ്ങൾക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു കൈത്താങ് കൂടി ഉണ്ടാകും എന്നുള്ള കാര്യം ഇതിന്റെ അടുത്ത ദിവസം തന്നെ ചൊവ്വയോ ബുധനോ വ്യാഴമോ ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട റിപ്പോർട്ട് തരുന്ന നിവേദനമായിട്ടുള്ള ബോർഡ് വന്നാൽ നേരിട്ട് ഈ പേപ്പറുകളൊക്കെ എവിടൊക്കെയാണ് കിടക്കുന്നതെന്നും കൂടി ഒന്ന് അന്വേഷിച്ച് വന്നാൽ നമുക്ക് അല്പം കൂടി ഈ കാര്യത്തിന്റെ വികസന പ്രക്രിയകൾ നമുക്ക് ത്വരിതപ്പെടുത്താം. ഭക്തജനങ്ങളും യജ്ഞാചാര്യന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ അജിത് കുമാർ പിഷാരത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ. ലയൺസ് ക്ലബ്ബ് എടത്വായുടെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരന് മുച്ചക്ര വാഹനം നൽകി. ലയൺ മാർട്ടിൻ ഫ്രാൻസിസ് വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മളുടെ അതായത് ലയൺസിലെ മെമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് എല്ലാ പ്രോജക്റ്റും നടക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ നമുക്ക് ചിലപ്പോൾ ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫണ്ട് കിട്ടുമായിരിക്കും. ആ പ്രോജക്റ്റ് ഫണ്ട് കിട്ടുന്നത് നമ്മളുടെ മെമ്പർഷിപ്പിൽ നിന്നാണ് ആ ഫണ്ട് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഫൗണ്ടേഷനിൽ നിന്നാണ് ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ചും അർബൻ ഏരിയയിലുള്ള ക്ലബുകളെക്കാൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ ഗ്രാമങ്ങളിലുള്ള ക്ലബുകളാണ് നന്നായി പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്നു അല്ലെങ്കിൽ കൂടുതലുള്ളതും ഈ പറഞ്ഞ പോലെ കൊച്ചു ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. എടത്വ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഈപ്പൻ കെ ഈപ്പൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് വാഹനത്തിന്റെ താക്കോൽ ഗുണഭോക്താവിന് കൈമാറി. വിജയകുമാരമായിട്ട് ലോട്ടറി കച്ചവടം ചെയ്തിരിക്കുകയാണ്. പിന്നെ ഉറപ്പിരുന്ന് കച്ചവടം ചെയ്തു തരാൻ അതിനായ ഒരു കച്ചവടമൊന്നും നടക്കാതെ വന്നു. ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുമായി ഇരിക്കുകയാണ്. വേറെ 2-3 സ്ഥലത്ത് ഞാൻ പോയിട്ട് വണ്ടിക്ക് വേണ്ടി അപേക്ഷയൊക്കെ നൽകി, ഒന്നും കിട്ടിയില്ല. പിന്നെ ലയൺസ് ക്ലബ്ബിൽ അപേക്ഷ കൊടുത്തു.
ക്ലബ് ഭാരവാഹികളായ ആന്റണി ജോസഫ്, ബെന്നി പി ജോർജ്, ജെയിംസ് ജോസഫ്, മാത്യു സക്രിയാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് KLM ചങ്ങനാശ്ശേരി അതിരൂപതാ തല പതാക ദിനാചരണം പുളിങ്കുന്ന് ഫൊറോനയിൽ നടത്തി. മെയ് ദിന റാലിയുടെയും തൊഴിലാളി മഹാസംഗമത്തിന്റെയും മുന്നോടിയായിട്ടായിരുന്നു പതാക ദിനാചരണം. ചങ്ങനാശ്ശേരി അതിരൂപത തൊഴിലാളി പ്രസ്ഥാനമായ KLMന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മെയ് ദിന റാലിയുടെയും തൊഴിലാളി മഹാസംഗമത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു പതാക ദിനാചരണം. KLM അതിരൂപത ഡയറക്ടർ ഫാദർ ജോൺ വടക്കേക്കളം പതാക ഉയർത്തൽ നിർവഹിച്ചു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനൊരു ആശയം അതിരൂപതാ തലത്തിൽ തന്നെ ഒരു ഉദ്ഘാടനം ഉണ്ടാകണമെന്ന് അതിരൂപതാ സമിതിയിൽ ആവശ്യപ്പെട്ടത് ജനറൽ കൺവീനർ സണ്ണിച്ചേട്ടൻ തന്നെയാണ്. അതിനുശേഷം ഞങ്ങൾ 14 ഫൊറോനകളുടെയും പേരുകൾ എഴുതിയിട്ടുകൊണ്ട് എവിടെ ഉദ്ഘാടനം നടത്തണമെന്നുള്ള ആ ഒരു നറുക്കെടുപ്പ് നടത്തി. അത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഈ പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോനയിൽ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് ഞാൻ പറഞ്ഞത് കാരണം ചങ്ങനാശ്ശേരി സഭ ഈ ഒരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ വേര് പാകിയ വിത്ത് പാകിയ മണ്ണിടമാണ്. അഭിവന്ധ്യ പെരുന്തോട്ടം പിതാവ് പാകിയ മണ്ണിടമാണ് ഈ പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോന എന്നുള്ളത് ചരിത്രം നമുക്ക് വിസ്മരിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ആ ഒരു ഇടത്ത് തന്നെ ആദ്യമായിട്ട് അതിരൂപതാ തലത്തിലുള്ള ഒരു പതാക ദിനം നടത്തുന്നത് ഈ പുളിങ്കുന്ന് സെൻറ് മേരീസ് ഫൊറോനയിലാണ് എന്നുള്ളത് സന്തോഷവും ഏറെ അഭിമാനവും നൽകുന്നതാണ്. ദീർഘമേറിയ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എങ്കിലും നമുക്ക് ഈ ഒരു പതാക ദിനം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു സംഘടനയായി നിൽക്കുമ്പോൾ അത് ഒറ്റയ്ക്ക് വളരുവാനല്ല, ഒരുമിച്ച് വളരുവാനായിട്ടുള്ള ഒരു വലിയ പ്രതിഫലനവും ആഗ്രഹവുമാണ് ഈ കൊടിയിലൂടെ ഇവിടെ അർത്ഥപൂരിതമാക്കുന്നത്. പുളിങ്കുന്ന് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ടോം പുത്തങ്കളം പതാക ദിന സന്ദേശം നൽകി. യൂണിറ്റ് കോർഡിനേറ്റർ സോബിച്ചൻ ജോസഫ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഭാരവാഹികളായ സണ്ണി അഞ്ചിൽ, നിജോ മാത്യു എന്നിവർ സംസാരിച്ചു. പുന്നപ്പറ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസോസിയേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പി മോട്ടോർ ഷോ 2024 സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അവർ ചിത്രരചന മത്സരം നേരത്തെ തന്നെ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഇന്നാണ്, സമ്മാനദാനം ഇന്നാണ്. അത് വാങ്ങുന്നതിന് വേണ്ടിയാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇന്ന് നാളെയുമായിട്ടാണ് ഇവിടുത്തെ ഷോ നടക്കുന്നതെങ്കിലും അതിനു മുമ്പായി തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2018, 2019, 2020 കോവിഡുമായി അതോടൊപ്പം തന്നെ ആ വാഹനങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഓരോ തരത്തിലുമുള്ള പുതിയ പുതിയ മോഡലുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ നമ്മുടെ വാഹനപ്രേമികൾക്ക് ഒന്ന് പരിചയപ്പെടാൻ അത്തരത്തിലുള്ളൊരു അവസരമാണ് ഇതുവഴി ഇവർ തരുന്നത്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ റോബിൻ വി വർഗീസ് അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര താരം അമൽ കെ ഉദയ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. PTI വൈസ് പ്രസിഡന്റ് മനോജ് കൃഷ്ണൻ, ഡീൻ പ്രൊഫസർ സുരേഷ് കുമാർ, HOD പ്രൊഫസർ KG ജയമോഹൻ, അക്ഷയ് ലാൽ, അശോക് കുമാർ, ഗിരിജ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം കല്ലൂർക്കാട് ബസലിക്ക മാതൃ പിതൃവേദിയും ആലപ്പുഴ സഹൃദയ ആശുപത്രിയും ചേർന്ന് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 വരെ സെന്റ് മേരീസ് LP സ്കൂളിലായിരുന്നു മെഡിക്കൽ ക്യാമ്പ്. സെന്റ് മേരീസ് ബസലിക്ക റെക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ ആരോഗ്യ രംഗത്തേക്കുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടു. വളരെ മീനിങ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ചെറുതായിട്ടൊന്ന് പറയുകയാണ്. അത് പ്രധാനമായിട്ടും ഒരു ആളുടെ ആരോഗ്യ ചുമതല, വലിയ പ്രശ്നങ്ങളൊന്നും ആരോഗ്യമില്ലാത്ത എന്ന ഒരാളിനെ കുറിച്ചാണ് പറയുന്നത്. പ്രവേശനങ്ങളിൽ നിൽക്കുമ്പോൾ നിങ്ങളതിനെ കണ്ടതറിയാം. അപ്പം അതിനകത്ത് ആ ആൾ രോഗമില്ലായിരുന്ന അവസരത്തിൽ എന്തോ ചെറിയൊരു അസ്വസ്ഥത തോന്നിയപ്പോൾ വീട്ടുകാർ നിർബന്ധിച്ച ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടർ പരിശോധന കണ്ട് വലിയ കുഴപ്പമൊന്നും പ്രശ്നമൊന്നുമില്ല, ഷുഗറില്ല, അല്പം കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അല്പം കൊളസ്ട്രോൾ എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ അത് കേട്ടു. ആ സർട്ടിഫിക്കറ്റ് വീട്ടിൽ വന്നതിനോട് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ കൊളസ്ട്രോൾ
കൊളസ്ട്രോൾ രോഗിയായതുകൊണ്ട് അതിനുള്ള ഭക്ഷണം കൊടുത്താൽ വളരെ ഗീതമായി ആരംഭിച്ചു. ഉദ്ഘാടന യോഗത്തിൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പുതുകുട്ടിക്കളം അധ്യക്ഷനായിരുന്നു. ക്യാമ്പ് കൺവീനർ മോനിച്ചൻ പുത്തൻപറമ്പിൽ, ജോയിന്റ് കൺവീനർ മേഴ്സീസ് കറിയ, ചാക്കോച്ചൻ വരാപ്പുഴ, മിനി സെബാസ്റ്റ്യൻ, ഡോക്ടർ ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ മെഡിസിൻ, ENT, ഓർത്തോപീഡിക്, സ്കിൻ, കണ്ണ് തുടങ്ങിയ വിഭാഗങ്ങളിലായിരുന്നു പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും. 200ഓളം പേരാണ് മെഡിക്കൽ ക്യാമ്പിൽ ഗുണഭോക്താക്കളായത്. മങ്കൊമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. 1992, 2002 ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ ഒത്തുചേരലും അധ്യാപകരെ ആദരിക്കലുമാണ് ഇതിന്റെ ഭാഗമായി നടത്തിയത്. PC ഫ്രാൻസിസ് സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം അച്ചാമ്മ ടീച്ചർ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകരായ അജിത ടീച്ചർ, ലളിത ടീച്ചർ, പ്രദീപ് സാർ തുടങ്ങിയവർ സംസാരിച്ചു. ഒത്തിരി ചെറിയ ക്ലാസ്സിൽ വന്നു ചേരുമ്പോൾ ഒത്തിരി ഭയാശങ്കയോടെ പിന്നീട് അത് സന്തോഷത്തിലേക്കൊക്കെ കാലഘട്ടം ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 10ാം ക്ലാസ് വരെ നിങ്ങളെ ആഘോഷിച്ച് സന്തോഷിച്ച് ഒന്നിച്ച് നടന്നും പിണങ്ങിയും കലാപരിപാടികളിൽ പങ്കെടുത്തും പഴയകാല ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. യൂത്ത് ഫെസ്റ്റിവലിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളല്ല, അന്നൊക്കെ രാത്രി കാലങ്ങളിലും ഉണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ. അന്ന് നിങ്ങളുടെയൊക്കെ പുറകെ നിങ്ങളുടെ ഒരു കാവൽക്കാരായി നിങ്ങളുടെ പോരായ്മകൾ എവിടെയെങ്കിലും ഉണ്ടെന്ന് എത്തിപ്പിടിച്ച് അല്ലെ അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ തന്നപ്പെടുന്നത് എല്ലാ കാര്യങ്ങളിലും, സ്പോർട്സിൻ്റെ കാര്യത്തിലായാലും കലാപരമായ കാര്യത്തിലായാലും വിദ്യാഭ്യാസപരമായ കാര്യത്തിലായാലും അന്നത്തെ ടീച്ചേഴ്സ് എൻ്റെ ഓർമ്മയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചവർ തന്നെയാണ്. കുട്ടികളുടെ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാനും യോഗത്തിൽ തീരുമാനമായി. ചമ്പക്കുളം ചെമ്പകശ്ശേരി സെന്റ് മാർട്ടിൻ ചാപ്പലിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളിന് കൊടിയിറങ്ങി. ഏപ്രിൽ 26 മുതൽ 28 വരെയായിരുന്നു ആഘോഷങ്ങൾ. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6-ന് ചമ്പക്കുളം സെന്റ് മേരീസ് ബസിലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ടോണി പുതുവീട്ടിൽക്കളം വിശുദ്ധ കുർബാന അർപ്പിച്ചു. 10-ന് അർപ്പിച്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മീഡിയ വില്ലേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോഫി പുതുപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു. ഉച്ചയ്ക്ക് 12-ന് ആരംഭിച്ച തിരുനാൾ പ്രദക്ഷിണത്തിന് ബസിലിക്ക അസിസ്റ്റന്റ് വികാരി ഫാദർ ഷിബിൻ മുളവരിക്കൽ കാർമ്മികത്വം നൽകി. പ്രദക്ഷിണം സമാപിച്ചപ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങി. 12:30-നായിരുന്നു വിശുദ്ധ ഔസേപ്പിതാവിന്റെ നാമത്തിലുള്ള ഊട്ടുനേർച്ച. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.